മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സർവ്വ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോനാഥൻ വലിയൊരു കാര്യം ഈ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ ഈശോയിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്ന്. വിശ്വസിക്കുന്നവനാണ് അനുഗ്രഹം ലഭിക്കുക. നമ്മളൊക്കെ വിശ്വാസികളല്ലേ? നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാ ഈശോയില്. എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ഈശോ മിശിഹ ഇന്നും ജീവിക്കുന്നവനാണ് എന്നും അവിടുന്ന് നമ്മുടെ അരികിലുണ്ട് എന്നും അവിടുന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുവെന്നും പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. ഇത് നമ്മുടെ ഉള്ളിലുണ്ടോ? ഈശോ ജീവിക്കുന്നുണ്ട് എന്ന്, ഇന്നും എന്റെ അരികിൽ ജീവിക്കുന്നവനാണ് എന്റെ കർത്താവെന്ന് വിശ്വാസം എനിക്കുണ്ടോ? ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തന നിരതനാവുക. ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ വേദനകളിൽ ഇരിക്കുമ്പോൾ, ഞാൻ കണ്ണുനീരിലിരിക്കുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ വിശ്വസിക്കണം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഞാൻ വിശ്വസിക്കണം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവന് എവിടെയോ ഇരുന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, എന്റെ അരികിൽ തന്നെ ഇരുന്ന്. അതാണ് വിശ്വസിക്കേണ്ടത്. എന്റെ അരികിൽ തന്നെ ഇരുന്ന് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് അവന്റെ പ്രവർത്തനം എനിക്കെല്ലാം സാധ്യമാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അസാധ്യതകളുടെ നടുവിൽ ഞാൻ നിൽക്കുമ്പോഴും ഞാൻ വിശ്വസിക്കേണ്ടത്, എന്റെ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എന്റെ അരികിൽ തന്നെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നത് എനിക്കെല്ലാം സാധ്യമാക്കി തരുന്നതാണ്. അതിനുവേണ്ടി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വിശ്വാസം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഈശോനാഥൻ ജീവിക്കുന്നവനാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ വിശ്വാസമുള്ളവനാണ് അനുഗ്രഹം ലഭിക്കുക എന്ന തിരുവചനം വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പ്രതിസന്ധികളെ നോക്കി, പരാജയങ്ങളെ നോക്കി, തകർച്ചകളെ നോക്കി നമ്മൾ പറയണം, എന്റെ ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്. എന്റെ അരികിൽ തന്നെ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എന്റെ ജീവിതത്തിലെല്ലാം സാധ്യമാക്കി തരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ കഷ്ടതയും എന്റെ വേദനയും എന്റെ രോഗങ്ങളും എന്റെ കണ്ണുനീരും എന്നെ തകർക്കില്ല. ഈ വിശ്വാസത്തെ ഈശോ നമുക്കുണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ആപത്തുകളെയും അപകടങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും പരാജയങ്ങളെയും തടസ്സങ്ങളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.